റേക്കി ഹീലിംഗും പ്രാണിക് ഹീലിംഗ് പോലെ സ്പിരിച്വാലിറ്റി പഠിപ്പിക്കുമോ? സ്പിരിച്വാലിറ്റി കോറൽ ആയിട്ട് അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയില്ല. അവിടെ റേക്കി മാസ്റ്റർ ആ ലെവലിലേക്കാണ് പോവുക. പക്ഷെ പ്രാണിക് ഹീലിംഗ് സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഹീലിംഗിലേക്ക് നിങ്ങൾക്ക് ഒരു എക്സ്പോഷർ തന്നതിന് ശേഷം മാസ്റ്റർ നേരെ നമ്മളെ കൊണ്ടുപോകുന്ന സ്പിരിച്വാലിറ്റിയിലേക്കാണ്. കാരണം അത് വേണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്പിരിച്വൽ നോളേജ് പറഞ്ഞ സംഭവം അത് പെട്ടെന്ന് നമുക്ക് എന്താ പറയുക കൺവിൻസ് ആക്കാൻ പറ്റുന്ന സംഭവമല്ല. അതുണ്ടോ ഇല്ലേ കാരണം എല്ലാം അങ്ങനത്തെ ടേംസും കാര്യങ്ങളും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഇതൊന്നും നമുക്ക് പെട്ടെന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്കത് റിയൽ ആണോ എന്ന് തോന്നാൻ ഭയങ്കര ഡൗട്ട്സ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഹീലിങ്ങിലേക്ക് അതാകുമ്പോഴാണ് ചിലപ്പോൾ മാസ്റ്റർ അങ്ങനെ ഡിസൈൻ ചെയ്തത്. അത് ഹീലിങ്ങിലേക്ക് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നിങ്ങൾ ഒരാളെ ഓറ നോക്കുകയാണ്, ഒരാളെ ചക്ര പിടിച്ച് നോക്കുകയാണ്, അവരെ ഹീൽ ചെയ്യുകയാണ്, അവർക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്തുകയാണ്. അപ്പം നിങ്ങളെന്നൊരു ഫിസിക്കൽ ബോഡിക്ക് അപ്പുറമുള്ള ഒരു ഡയമെൻഷനിലേക്ക് ഒരു എക്സ്പോഷർ കിട്ടുകയാണ്. അപ്പോൾ പ്രാണിക് ഹീലിങ്ങിൻ്റെ ഫസ്റ്റ് 3 കോഴ്സുകൾ വളരെ ഈ എനർജി ലെവലിലുള്ള കോഴ്സുകൾ കാണുമ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒരു എന്താ പറയുക ഈ സൈക്കിക് എനർജി എന്താണ്, ഈ ഒരു ഓറ ചക്രത്തൊക്കെ റിയൽ ആണ് എന്നുള്ളൊരു ഒരു ലെവലിലേക്ക് മാറും. നിങ്ങൾ എക്സ്പീരിയൻസോടെ നിങ്ങൾ മാറുന്നതാണ്. അല്ലാണ്ട് ഞാൻ പറഞ്ഞതുകൊണ്ടോ വേറെ ഏതെങ്കിലും ടീച്ചേഴ്സ് പറഞ്ഞതുകൊണ്ടോ മാറുന്നില്ല. അപ്പം ആ എക്സ്പീരിയൻസ് കൊണ്ട് മാറുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പിരിച്വാലിറ്റിയിലേക്കുള്ള ബിലീഫ് കൂടും. അത് കഴിഞ്ഞ് ഇതുപോലത്തുള്ള കുറച്ച് എസോട്ടറിക് നോളേജ് പറയുമ്പോൾ അതിന് കൂടുതൽ കണക്റ്റ് ആവും. അപ്പോൾ ആ ലെവലിലാണ് പ്രാണിക് ഹീലിംഗ്. സത്യം പറഞ്ഞാൽ പ്രാണിക് ഹീലിങ്ങിൻ്റെ കോർ തന്നെ ഈ ഒരു സ്പിരിച്വൽ പാത അല്ലെങ്കിൽ അർഹാറ്റിക് യോഗ എന്ന് പറയുന്നത് തന്നെയാണ്.